സാർ കറക്റ്റാ? എന്താ സാധാരണ നേരത്തെ എത്തുന്നാണ് റാങ്ക് കിട്ടിയപ്പോൾ ലേറ്റ് ആകാൻ തുടങ്ങിയല്ലോ. ഇല്ല. Today I feel very privileged and honored to be here as one of my favorite students, Hisham, has secured All India third rank for the PM in 2023 September exam. അപ്പോൾ ഈ ഒരു എക്സാമിന് റാങ്കൊക്കെ കിട്ടിയപ്പോൾ ഹിഷാമിന് എന്തായിരുന്നു ഫീൽ ചെയ്തിരുന്നത്? എനിക്കും നല്ല സന്തോഷമുണ്ട്. കാരണം ഈ CCA ജേണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു പേപ്പറിൽ റാങ്ക് നേടാനും. അപ്പോൾ സാറും അതിനെ ഹെൽപ്പ് ചെയ്തതിന് സാറിനും വലിയൊരു താങ്ക്സ്. അതേപോലെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും ഹാപ്പിയാണ് എൻ്റെ റാങ്ക് കിട്ടിയത്. അല്ലേ, ആദ്യം റാങ്കൊക്കെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരുടെ ഒക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? വീട്ടുകാർ അവരോട് ഞാൻ ചെറിയൊരു സൂചന കൊടുത്തിരുന്നു, ചിലപ്പോൾ കിട്ടിയേക്കാന്നുള്ള രീതിയിൽ. മാർക്ക് വന്നതിന് ശേഷം അല്ലേ? അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷം. അതേപോലെ എന്താണ് ഒരു എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ അല്ലേ? അതെ, അപ്പം തന്നെ സാറിനെ വിളിച്ച് പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അറിയിച്ച് ബാക്കി ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ പറഞ്ഞിരുന്നു. അതന്നെ, ഈ ഒരു സെപ്റ്റംബർ 2023 എന്ന് പറയുന്നത് ട്രിപ്പിളിനെ സംബന്ധിച്ചും ഏകദേശം 5ഓളം നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ റാങ്ക്സ് ആണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത്. അതിൽ ഫാക്കൽറ്റി മെമ്പേഴ്സ് എല്ലാം ഇപ്പം എൻ്റെ പേപ്പർ എന്നല്ല എല്ലാ പേപ്പേഴ്സിനും റാങ്ക് വന്നതിൽ എല്ലാ ഫാക്കൽറ്റീസും വളരെ പ്രൗഡാണ്. അതിലൊരാളാണ് ഹിഷാം. രാവിലെ മുതലേ ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്നത്. നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ടൊന്ന് സംസാരിച്ചു. സാധാരണ രീതിയിൽ ഇപ്പോൾ കുട്ടികളൊക്കെ ACCയിലേക്ക് വരുമ്പോൾ 5 എന്നുള്ള പേപ്പർ ഒരു എൻഡിൽ 8th പേപ്പറോ അല്ലെങ്കിൽ 9th പേപ്പറൊക്കെ ആയിട്ടാണ് ചെയ്യാറ്. ഹിഷാം നോക്കുമ്പോൾ ഇപ്പോൾ 5th പേപ്പറായിട്ട് 5 ചെയ്തത്. അങ്ങനെ എടുത്തത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ? എന്താ ഹിഷാമിനെ ഫീൽ ചെയ്തത്? അങ്ങനെ എടുത്തത് കൊണ്ട് എന്താണ്, ഇനി മുന്നോട്ടുള്ള പേപ്പറൊക്കെ ക്ലിയർ ചെയ്യാൻ നല്ലൊരു കോൺഫിഡൻസ് കിട്ടി. കാരണം 5 ഇപ്പം എല്ലാവരും എന്താണ് ഒരു പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു പേപ്പറാണ്. അപ്പം അധികം സ്റ്റുഡൻസും ഇങ്ങനെ അങ്ങനെ പറയുന്ന മാത്രം ഫീൽ ചെയ്തില്ല. അതിൽ സാറിൻ്റെ ഒരു ക്ലാസ് അതിൻ്റെ റോള് പ്ലേ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പേ നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ 5 എടുക്കാന്ന് പറയുമ്പോഴോ ഫ്രണ്ട്സായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, വേണോ വേണ്ട ഇനി കുടുങ്ങി പോകുമോ എന്നുള്ളൊരു രീതിയിൽ. അങ്ങനെ അവർ കുറേ ആൾക്കാർ ഓൾറെഡി സാറിൻ്റെ FT ഇരുന്നീനും. അപ്പോൾ പറഞ്ഞ് സാറിൻ്റെ മേലെ നമുക്ക് പ്രതീക്ഷ വെക്കാന്നുള്ളത് അങ്ങനെ എടുത്തതാണ്. സാധാരണ രീതിയിൽ കുട്ടികൾ ഇപ്പോൾ ACCയൊക്കെ വരുമ്പോൾ അവർക്കൊരു സംശയം, എങ്ങനെ പഠിക്കും, ഏതൊക്കെ നോക്കേണ്ടത്, ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഇപ്പോൾ ഓൾറെഡി വന്ന കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ ഹിഷാമിനെ പോലെ റാങ്കൊക്കെ കിട്ടിയത് കാണുമ്പോൾ അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും, റാങ്ക് വാങ്ങിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നല്ലൊരു ടോപ്പ് മാർക്കറാവാൻ എന്താ ചെയ്യേണ്ടത് എന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഈ ഹിഷാം എങ്ങനെയായിരുന്നു സാധാരണ രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കെഡ്യൂളൊക്കെ എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചാലാണ് ഈ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടും എന്ന് ഹിഷാമിന് തോന്നുന്നത്? എങ്ങനെ പഠിച്ചാലെന്ന് ചോദിച്ചാൽ മാക്സിമം എന്താ നമ്മൾ ക്ലാസ്സിൽ നിന്ന് തന്നെ കണ്ടന്റ് ഫുള്ള് ഉള്ളോട്ടേക്ക് എടുക്കാം. അപ്പോൾ സാറ് തന്ന ആ ക്ലാസ്സും അതിൻ്റെ കൂടെ തന്നെ വർക്കും ഡെയിലി ചെയ്തു പോവുകയാണെങ്കിൽ ഒരു 50% അവിടെ കഴിയും. പിന്നെ ബാക്കി ഞാനിപ്പോൾ ഒന്ന് ചോദിക്കട്ടെ, നീ ശരിക്കും കറക്റ്റ് വർക്കൊക്കെ ചെയ്തോ? ഏറെക്കുറെ. പറഞ്ഞോളൂ. പിന്നെ ഒരു 30 days ഗ്യാപ്പ് കിട്ടിയിരുന്നു. ക്ലാസ് കഴിഞ്ഞ് എക്സാമും അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു പ്രഷറില്ലാതെ പോകാൻ പറ്റീനോ. അപ്പോൾ ഫസ്റ്റ് ടെക്സ്റ്റ് മൊത്തം കവർ ചെയ്ത്, പിന്നെ കിറ്റും എന്താണ് മുമ്പത്തെ പേപ്പറിനൊക്കെ ഞാൻ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യും, എന്നിട്ടാണ് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അങ്ങനെ ചെയ്യുമ്പോൾ ലാസ്റ്റിലേക്ക് എത്തിയാൽ എന്താ ഫസ്റ്റത്തെ പാട്ട് മെല്ലെ പോയി പോകും. പിന്നെ ടൈം കുറേ അതിൻ്റെ മേലെ ഇരിക്കേണ്ടി വരും. സാറപ്പോൾ ക്ലാസ് പറഞ്ഞ പോലെ എന്താക്കി, ആദ്യം ടെക്സ്റ്റ് മൊത്തം കവർ ചെയ്ത്, പിന്നെ ക്വസ്റ്റ്യൻ ഇതേപോലെ എക്സാമിന് 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണല്ലോ ഉണ്ടാവാം. ഫസ്റ്റ് സെക്ഷൻ എ ക്വസ്റ്റ്യന് എല്ലാ ചാപ്റ്ററും കവർ ചെയ്ത്, അതേപോലെ തന്നെ സെക്ഷൻ ബിയും പിന്നെ A മുതൽ എല്ലാ ചാപ്റ്ററിൻ്റെതും ഒന്നുകൂടെ കവർ ചെയ്ത്. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എന്താ വീണ്ടും ഒരു റിവിഷൻ നടക്കുന്നുണ്ട്. അതന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു പേപ്പറിനൊക്കെ പഠിപ്പിക്കുമ്പോൾ ഫീൽ ചെയ്തത്, പല ആൾക്കാർക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവും, പക്ഷേ അവർക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഈ സെക്ഷൻ A ഒരു തവണ കവർ ചെയ്ത് സെക്ഷൻ B ചെയ്യുമ്പോൾ രണ്ടാമത്തെ റിവിഷനായി,
എഗെയിൻ സെക്ഷൻ സി നമ്മൾ സെയിം ടോപ്പിക് തന്നെയല്ലേ ചെയ്യുന്നത്. അതാണ് നമ്മൾ അന്ന് അഡ്വൈസ് ചെയ്തിരുന്നത്. എന്തായാലും അത് ഫോളോ ചെയ്തിട്ട് കാര്യമൊക്കെ ഉണ്ടല്ലോ. ഓക്കെ. പിന്നെ ഹിഷാമ ട്രിപ്പിളിലേക്ക് വരാനുള്ള റീസൺ എന്തായിരുന്നു? ത്രിപിളയിലേക്ക് വരാൻ ഞാൻ നോളജ് പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ സ്കിൽ ലെവലിലേക്കാണ് ത്രിപിളയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈം എന്താ ഈ സീനിയർ ആയിട്ടുള്ള ഒരു പരിചയമുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞു എവിടെ പോവുകയാണെങ്കിലും ഫാക്കൽറ്റീനെ ചെക്ക് ചെയ്ത് പോയാൽ മതിയെന്ന്. ഞാനപ്പോൾ ഞാൻ ഡേ സ്കോളറാണ്, ഡെയിലി വീട്ടിൽ നിന്ന് പോയി വരുന്നു. അപ്പം എനിക്ക് അവൈലബിൾ ആയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇടയിൽ ഫാക്കൽറ്റി ആരൊക്കെ ഒക്കെ ചെക്ക് ചെയ്ത് ബാക്കിയുള്ളവരോടും കൂടെ അഭിപ്രായം ചോദിച്ചപ്പോൾ ത്രിപിൾ ആണ് ഒന്നുകൂടെ ഒരു കംഫർട്ട് എന്ന് തോന്നി. പിന്നെ അവിടെ പഠിച്ചൊരു 2 സ്റ്റുഡൻസിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പം അവരും നല്ല അഭിപ്രായം, പിന്നെ സ്റ്റുഡൻസും കൂടെ നല്ല പറയുമ്പോൾ എന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ടും അതിനനുസരിച്ച് എന്തായാലും വന്നിട്ട് ഹാപ്പി തന്നെയാണ്. നല്ല ഹാപ്പിയാണ്, നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. അതുപോലെ ഫാക്കൽറ്റീസിൻ്റെ അടുത്തു നിന്നും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്, മെന്റേഴ്സിൻ്റെ അടുത്തു നിന്നും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അതിന് അടുത്ത പ്രാവശ്യം എക്സാമിന് നമുക്കൊരു റാങ്ക് അല്ലെ 2 റാങ്ക് തന്നെ ഉണ്ടാവില്ലേ? 2 പേപ്പർ ചെയ്യുന്നുണ്ട്. ട്രൈ ചെയ്യും. എന്തായാലും റാങ്കിന് വേണ്ടിയിട്ട് തന്നെ പഠിക്കുക. ഞാനിപ്പോൾ എല്ലാ കുട്ടികളോടും പറയാറുണ്ട്, നമ്മൾ റാങ്കിന് വേണ്ടി പഠിച്ചാലാണ് മിനിമം നമുക്കൊരു പാസ്സെങ്കിലും എഷ്വർ ചെയ്യാൻ പറ്റുക. പിന്നെ ഹിഷാമിൻ്റെ വീട്ടിലാരൊക്കെ ഉള്ളത്? ഇപ്പം എന്തായാലും നമ്മൾ ഇങ്ങനൊരു ഹിഷാമിനെ കുറിച്ച് അറിയുമ്പോൾ ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ എനിക്കറിയാം വളരെ സൗമ്യനായ, വളരെ കൂളായിട്ട്, അല്ലെങ്കിൽ ഒരു പരാതികളൊന്നും ഇല്ലാത്തൊരു സ്റ്റുഡൻ്റായിട്ടാണ് ഞാൻ ഹിഷാമിനെ കണ്ടിരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ചിലപ്പോൾ കൂടുതലും സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക, വീട്ടുകാര്യങ്ങളൊക്കെ അധികം ചോദിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു റാങ്കും എന്നെ സംബന്ധിച്ച് എപ്പോഴും ഒരു ഓർമ്മിക്കാവുന്ന ഒരു സ്റ്റുഡൻ്റായിട്ട് തന്നെ ഹിഷാം ഉണ്ടാവും. അപ്പോൾ ഫാമിലിയൊക്കെ എങ്ങനെയാണ്? ഫാമിലി വീട്ടിൽ ഉമ്മയും ഉപ്പയും അതേപോലെ ഒരു അനിയത്തിയും പിന്നെ ചെറിയൊരു അനിയനും ഉള്ളത്. അപ്പോൾ അവര് എന്താണ് പാരൻസും നല്ല സപ്പോർട്ടാണ് സ്റ്റഡീസിലൊക്കെ. അപ്പോൾ ഞാൻ എത്ര എഫേർട്ട് ഇടുന്നു അതിനെക്കാട്ടി എഫേർട്ട് അവരെ സൈഡിൽ നിന്ന് ഇടുന്നുണ്ട്. ഉറപ്പായിട്ടും. അതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് കിട്ടിയപ്പോഴും ഞങ്ങാട്ടി ഓരിലും ഒരു ഹാപ്പിനെസ് കാണാനുണ്ട്. അതുതന്നെയാണ്, നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ നമുക്കും അധികമൊന്നും നിങ്ങളുടെ റിസൾട്ടിൽ ക്ലെയിം ചെയ്യാനില്ല. അല്ല, നമ്മൾ ഈ ഒരു സപ്പോർട്ടിങ് മെക്കാനിസത്തിൽ ഒരാൾ മാത്രമാണ്, ഇപ്പം പാരൻസ്, ഫ്രണ്ട്സ്, അതിലൊരാൾ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഫാക്കൽറ്റി. ഒരു മേജർ എഫേർട്ട് സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. പ്ലസ് നമ്മുടെ എല്ലാവരും ഈ ഒരു സപ്പോർട്ട് മെക്കാനിസം എല്ലാ പാരൻസും ഒബ്വിയസ്ലി എല്ലാ സ്റ്റുഡൻസിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഹിഷാമിനും വീട്ടിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് അവർക്ക് അത്ര ഒരു ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ ഹിഷാമിന് പഠനത്തോട് മാത്രമാണ് താല്പര്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടോ? അല്ല, ഞാൻ അത്യാവശ്യം സ്പോർട്സ് എല്ലാം കാണുന്ന ഒരാളാണ്. ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും കാണല് മാത്രമാണ് അല്ലെങ്കിൽ കളിക്കാറില്ല? കളിക്കലും ഉണ്ട്. അതല്ലേ. ഇപ്പോൾ എക്സാമിൻ്റെ ഒക്കെ ടൈം ആയാൽ പിന്നെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ കാണാൻ എല്ലാ ലൈവും കളിയൊക്കെ കാണാൻ എക്സാമിൻ്റെ അന്നായാലും കാണും അല്ലേ? എങ്ങനെ ഇതിനും വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാവും? പിന്നെ എക്സാം നമ്മൾ എഫേർട്ട് ഇടുന്ന കാണുമ്പോൾ അവര് പരാതികളൊന്നും ഇല്ലല്ലേ? പറയലില്ല. അവർക്ക് അറിയുന്ന കാര്യമാണ് സ്പോർട്സിലുള്ള ഇൻട്രസ്റ്റ്. ഷാമിന്റെ ഫാദർ എന്താ ചെയ്യുന്നത്? ഫാദർ ബഹ്റൈനിലാണ്, അവിടെ ഒരു ബിസിനസ് ആയിട്ട് നടക്കാണ്. ഉമ്മ നാട്ടിൽ തന്നെയാണ്. ഉമ്മ ഉണ്ട്, ഒരു അനിയത്തിയുണ്ട്, 9th പഠിക്കുകയാണ്. പിന്നെ ചെറിയൊരു 3.5 വയസ്സുള്ള ഒരു അനിയനുണ്ട്. 3 പേര്? അതെ. ശരി, ഓക്കെ ഓക്കെ. ഇനി എന്താ ഫ്യൂച്ചറിൽ എന്താ പ്ലാന്? ACCA ഇപ്പോൾ 9 പേപ്പർ പെട്ടെന്ന് കംപ്ലീറ്റ് ആവുമല്ലോ. ഫ്യൂച്ചറിലുള്ള പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു പ്ലാൻ എത്രയും പെട്ടെന്ന് ACCA എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്യണോ, പിന്നെ വർക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കണം എന്നാണ്. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് എത്തിയാൽ തീരുമാനിക്കുകയാണ് അടുത്തത് എന്താണെന്നുള്ളത്. അതല്ലേ. അപ്പോൾ എന്തായാലും ഇന്ത്യയിൽ തന്നെയാണോ വർക്ക് ചെയ്യാൻ താല്പര്യമല്ല ഔട്ട് സൈഡ് ഇന്ത്യ ആണോ? എന്തോ ഒരു ഡൗട്ടുള്ള കാര്യമാണ്. കാരണം എനിക്ക് പുറത്തേക്കാണ് കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത്. പിന്നെ ഫാമിലിക്ക് എന്താണ് നമ്മൾ നാട്ടിൽ തന്നെ നിൽക്കുമ്പോൾ അവർക്കൊരു കംഫർട്ടാണല്ലോ അവരുടെ കൂടെ നിൽക്കുമ്പോൾ. ഒരു ഇതിലാണുള്ളത്. എന്തായാലും ഉദ്ദേശിച്ച പോലെ തന്നെ പെട്ടെന്ന് തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ. എന്തായാലും ഈ ഒരു ലെവലിലുള്ള സ്റ്റഡീസ് കൊണ്ട് എന്തായാലും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷയും. എന്തായാലും ഇനിയും ഫ്യൂച്ചർ റാങ്ക്സ് ഒക്കെ നമ്മുടെ ഹിഷാമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ട്രിപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുനിന്നും. അതേപോലെ ഇപ്പോൾ ഓൾറെഡി ഫൗണ്ടേഷൻ ലെവൽ അല്ലെങ്കിൽ സ്കിൽ ലെവലിലൊക്കെ പേപ്പേഴ്സ് ചെയ്യുന്ന കുട്ടികൾക്ക് എന്താണ് ഒരു ഹിഷാമിൻ്റെ ഒരു സജഷൻ പറയാനുള്ളത്? സജഷൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റത്തെ പേപ്പറൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
എന്താ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യും, അത് കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് പോകും. ഇപ്പോൾ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഈ ഫസ്റ്റ് പഠിച്ച ഭാഗം ബ്ലാങ്ക് ആയി പോകും. അപ്പം പിന്നെ ഒന്നും കൂടെ ഈ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഇരുന്ന് ടൈം ഇങ്ങനെ വേസ്റ്റ് ആയി പോകും. ഈ 5 വന്നപ്പോഴാണ് ഞാൻ പിന്നെ എന്താക്കി ഒന്നുകൂടെ ഫസ്റ്റ് കംപ്ലീറ്റ് എല്ലാം ചെയ്ത് പിന്നെ അതിൻ്റെ ഓരോ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ എല്ലാത്തിൻ്റെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് പിന്നെ അതേപോലെ അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ എല്ലാ ചാപ്റ്ററിൻ്റെയും ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ എന്താണ് എപ്പോഴും മൈൻഡിൽ ഇങ്ങനെ നിൽക്കും. ഒരു കിറ്റ് ചെയ്യുമ്പോൾ തന്നെ 3 റിവിഷൻ കിട്ടും. ആ അതന്നെ. അപ്പോൾ അതാണ് ഇപ്പോൾ കുട്ടികളോട് ഒരു സജഷൻ കൊടുക്കുക. പേപ്പർ എടുക്കണം അങ്ങനെയൊക്കെ എന്തെങ്കിലും സജഷൻ പറയാം. ഇത് പേപ്പർ എടുക്കണം എന്ന് വെച്ചാൽ ഓരോ ആൾക്കാർ ചോയ്സ് അനുസരിച്ച്. ഞാനിപ്പോൾ നോളജ് കഴിഞ്ഞ് ഫസ്റ്റ് 7 ആണ് എടുത്തത്. 7-3 ഒരു കണ്ടിന്യൂഷൻ പോലെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആണ്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ 5 എടുത്തത്. 5 എടുത്തത് അല്ലേ? ഇനിയിപ്പോൾ ഏതൊക്കെ പേപ്പേഴ്സ് പെൻഡിങ് ഉള്ളത്? ഈ സിറ്റിങ്ങിൽ 8ഉം 9ഉം ഒരുമിച്ച് ചെയ്തുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സ്കില്ലിൽ 6 ആണ് ബാക്കിയുള്ളത്. പിന്നെ 4. അതെ, 4 നോളജ് ലെവൽ 4 കൂടെ. ഹിഷാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കുട്ടികൾ സാധാരണ രീതിയിൽ അവരൊരു മൈൻഡിൽ എങ്ങനെ ഒരു ക്ലാസ് അപ്രോച്ച് ചെയ്യണം അല്ലെങ്കിൽ ഒരു പേപ്പർ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് എല്ലാ കുട്ടികളുടെ മൈൻഡിലും ഡൗട്ടാണ്. ഓരോ കുട്ടിയും ഓരോ ആഴ്ചയും നമ്മളോട് ഓരോ സ്റ്റൈലാണ് ചോദിക്കുക, ഇങ്ങനെ പഠിച്ചാൽ മതി അങ്ങനെ പഠിച്ചാൽ മതിയോ. അപ്പോൾ വളരെ ഒതൻറ്റിക്കായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഹിഷാം. ഇപ്പോൾ റാങ്കൊക്കെ സെക്യൂർ ചെയ്ത ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ. പിന്നെ സാധാരണ രീതിയിൽ ഏതൊരു കുട്ടിയും കേൾക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഹിഷാമിന് ഷെയർ ചെയ്യാൻ പറ്റി. നമ്മളിങ്ങനെ ഒരു കോൺവെർസേഷൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളല്ല കുട്ടികൾക്ക് കേൾക്കേണ്ടത്, കൂടുതലും നിങ്ങളെപ്പോലെ അച്ചീവ് ചെയ്ത ആൾക്കാരിൽ നിന്നുള്ള വാക്കുകൾ തന്നെ കേൾക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ഇനി പഠിക്കുന്ന ഓരോ സ്റ്റുഡൻറ്റും ഇപ്പോൾ ഡിസംബർ സെഷനിൽ അറ്റൻഡ് ചെയ്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. നമുക്കിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 5ഓളം റാങ്ക് കിട്ടിയിട്ടുണ്ട്. അത് 10ഉം 20ഒക്കെ ആയിട്ട് കൂട്ടാൻ വേണ്ടി നമുക്ക് പറ്റണം. അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ പറയുന്നതിനേക്കാളുപരി ഹിഷാമിനെ പോലെ അച്ചീവ് ചെയ്ത ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ഒബിയസ്ലി നിങ്ങളൊക്കെ ഇൻസ്പയർഡ് ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇനി ഫ്യൂച്ചറിൽ എഴുതുന്നവരിക്കും അതേപോലെ ഹിഷാമിനും എല്ലാവിധ ആശംസകളും അറിയിക്കണം. നല്ലൊരു വിജയം തന്നെ അടുത്ത അറ്റംപ്റ്റിൽ ഉണ്ടാവട്ടെ. പിന്നെ നമ്മളിപ്പോൾ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ സാധാരണ രീതിയിൽ കുട്ടികൾ നമ്മളോട് എന്ത് ചെയ്യാറുണ്ട്, താങ്ക് യു സാർ എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും ഇപ്രാവശ്യം നിന്നോട് ഞാൻ എന്താ പറയുകയാണ്, എന്തായാലും നമ്മളെയും പ്രൗഡാക്കി വീട്ടുകാരെയും പ്രൗഡാക്കി എല്ലാവരും പ്രൗഡാക്കിയതിൽ എന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുനിന്നും അതേപോലെ തന്നെ എൻ്റെ ഭാഗത്തുനിന്നും എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കാം. താങ്ക് യു സാർ.